ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച വരുന്നത് സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും സ്നേഹം കുറഞ്ഞത് കൊണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച വന്നതെന്ന്. ഒരിക്കലും അതല്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം നമ്മൾ പുറത്ത് തുറന്ന് പറയാത്തത് കൊണ്ടാണ് ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലുള്ള ഒരു കാര്യം പറയാൻ ഈഗോ ആയിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മിക്കവാറും നടക്കുന്ന ഒരു കാര്യമാണ് ഈഗോ നോക്കും. പിന്നെ ഈഗോ ഉണ്ടാവും, അതുപോലെ തന്നെ മടി തോന്നും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നത് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കിടയിൽ ദൂരം ഉണ്ടാവില്ല. പക്ഷേ സംസാരിക്കാത്ത രണ്ടുപേർക്കിടയിൽ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോട് ഷെയർ ചെയ്യുക. ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോട് ഷെയർ ചെയ്യുക, വൈഫാണെങ്കിൽ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യുക. ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എത്ര പേര് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ പൊക്കോട്ടെ, ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു വീട്ടമ്മയാണെന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, സ്വപ്നങ്ങളൊക്കെ കാണാൻ ഈസിയാണ്, പക്ഷേ അതൊക്കെ എളുപ്പമാക്കി നടന്നു വരണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എളുപ്പമാക്കി നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നെ കണക്ട് ചെയ്ത് വർക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ.